രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ രേഖകൾ എത്തിയോ അലി അക്ബർ ഷാ? സുജയ പറഞ്ഞതുപോലെ ഉദയംപേരൂരിലെ പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടത് 5 മിനിറ്റ് ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ 13 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ രജിസ്റ്റർ നമ്മളെ കാണിക്കാം, അല്ലെങ്കിൽ ഇതിലെ സമയം കൃത്യമായി അറിയിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് ഒന്നുകൂടി കയറേണ്ടതുണ്ട്. സെക്രട്ടറി ഒന്ന് കയറി, സമയം ഒന്ന് കൃത്യമാക്കാൻ മാർഗമുണ്ടോ? പബ്ലിക്കിന് കൊടുക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കാണിക്കുകയോ ഒന്നും വേണ്ട, താങ്കൾ പറഞ്ഞാൽ മാത്രം മതി ഇന്ന ആൾ ഇന്ന സമയത്ത് എത്തി എന്നുള്ളത്. ഇല്ല, അത് നമുക്ക് നമ്മുടെ കൺട്രോളിംഗ് ഓഫീസർമാർ വരുമ്പോൾ മാത്രം നമുക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നത്, എനിക്ക് താങ്കളുടെ സമയം കാണേണ്ടതില്ല, രജിസ്റ്ററും കാണേണ്ടതില്ല. ഇവിടുത്തെ സ്റ്റാഫ് കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് എന്ന് താങ്കൾ വായിച്ച് ഉറപ്പുവരുത്തി തന്നാൽ മാത്രം മതി. ഞാൻ താങ്കളുടെ രജിസ്റ്ററിലേക്ക് നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം രജിസ്റ്ററൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. താങ്കൾ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കയ്യിലാണ് രജിസ്റ്റർ എന്നല്ലേ പറഞ്ഞത്? അത് കിട്ടി, കൊണ്ടുവന്ന് എൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജയസിൻ്റെ ആയിരുന്നു ഞാൻ ഇപ്പോൾ വിളിച്ച ഒരു എനിക്ക് കൊണ്ട് തരുകയും ചെയ്തു. എൻ്റെ അടുത്ത് സാധനം ഇരിപ്പുണ്ട്. പക്ഷേ ഇത് പബ്ലിക്കിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്ററുകളെല്ലാം ഓഫീസിൻ്റെ ഇതിലുള്ളതാണല്ലോ. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരാഴ്ച വെച്ച് നമുക്ക് കൊടുക്കാം. എനിക്ക് മനസ്സിലായി. ഈ ക്യാമറ താങ്കളുടെ രജിസ്റ്ററിലേക്ക് വരില്ല എന്നത് ഉറപ്പ് തരാം. 1. 2, താങ്കൾ മാത്രം ഉറപ്പ് വരുത്തി തന്നാൽ മതി. ഇവിടുത്തെ 16 സ്റ്റാഫുകൾ ഇന്ന് കൃത്യസമയം 10 മണിക്ക് ഈ ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്ന് താങ്കൾ ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. ഇവിടെ പഞ്ചിങ് സംവിധാനം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് രജിസ്റ്റർ. ഇവിടേക്ക് കയറി വന്നവരുടെ മുഴുവൻ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നത് കൂടി പറഞ്ഞേക്കു അലി. രേഖ തിരുത്താൻ ഇനി കഴിയില്ല. അവിടേക്ക് ഓരോരുത്തരും കയറി പോകുന്നത് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം 9:50 മുതൽ 9:45, 9:50 മുതൽ ഈ ഓഫീസിന് മുന്നിലുണ്ട്. സ്വാഭാവികമായി ഇങ്ങോട്ട് കയറി വന്ന സ്റ്റാഫ് അതിനുശേഷം എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നിൽക്കുമ്പോഴാണ് പ്രസിഡന്റ് അകത്തേക്ക് വന്നത്. ഞാൻ 10:20 10:15 ശേഷം ഈ ഓഫീസിൽ കയറുമ്പോൾ സെക്രട്ടറി ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്, സെക്രട്ടറി കൃത്യസമയത്ത് ഓഫീസിലില്ല, പിന്നെ താങ്കൾക്ക് എങ്ങനെയാണ് മറ്റ് സ്റ്റാഫുകളോട് ഉറപ്പുവരുത്താൻ കഴിയുക നിങ്ങൾ കൃത്യസമയത്ത് ഇവിടെ എത്തണമെന്ന്? മറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നത്, ഈ രജിസ്റ്റർ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇത് പുറത്തേക്ക് വിസിബിൾ ആകുന്ന നിലയിൽ ക്യാമറ അതിലേക്ക് വരില്ല. താങ്കൾ ഉറപ്പുവരുത്തിയാൽ മതി 10 മണി, അതായത് ഈ ഓഫീസിൽ എത്തേണ്ട സമയത്ത് 16 സ്റ്റാഫുകൾ ഈ ഓഫീസിലുണ്ടായിരുന്നുവെന്ന്. അത് കൃത്യമായിട്ട് നമ്മുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും വന്നു കഴിയുമ്പോൾ അവരവരുടെ പേരുകൾ എഴുതി, ഡേറ്റും എഴുതി, അവർ കൃത്യമായിട്ട് അവരുടെ രജിസ്റ്ററുകൾ അവർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 16 പേരും 10 മണിക്ക് എത്തിയിട്ടുണ്ടോ എന്നാൽ മാത്രമാണ് ചോദ്യം. 10 മണിക്കല്ല, പലരും പല സമയങ്ങളിലാണ് എത്തിയിരിക്കുന്നത്. ആ സമയങ്ങൾ കൃത്യമായിട്ട് പിന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പല സമയം 10 മണിക്ക് ശേഷം വന്നവരുണ്ട്. 10 മണിക്ക് ശേഷം ഞാൻ വന്നല്ലോ. സെക്രട്ടറി 10 മണിക്ക് ശേഷം വന്നു എന്ന് പറയുന്നത് തന്നെ താങ്കൾ കാണിച്ച ഒരു അലംഭാവമാണ്. 10 മണിക്ക് താങ്കൾ ഓഫീസിലില്ല. ഞാൻ ചോദിക്കുന്നത്, മറ്റ് 16 സ്റ്റാഫുകളിൽ 10 മണിക്ക് ശേഷം വന്നവരുണ്ടോ? ബാക്കി എല്ലാവരും 10 മണിക്ക് മുമ്പാണ് എത്തിയിരിക്കുന്നത്. 10 മണിക്ക് ശേഷം വന്നവരുണ്ട്. 10 മണിക്ക് ശേഷം 10 മണിക്ക് മുൻപ് എല്ലാവരും എത്തിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 10 മണിക്ക് മുൻപ് ഞാൻ ഈ ഓഫീസിന് മുന്നിലുണ്ട്. താങ്കളിപ്പോൾ പറഞ്ഞു 10 മണിക്ക് മുമ്പ് എല്ലാവരും എത്തിയെന്ന്. എല്ലാവരും എത്തിയെന്നല്ലോ ഞാൻ പറഞ്ഞു. താങ്കൾ തന്നെ രണ്ടാമത്തെ വരിയിൽ മാറ്റി പറയുകയും ചെയ്തു. അതും ശരിയാണ്. നിങ്ങൾ മനഃപൂർവ്വം ഓരോ കാര്യം പറഞ്ഞിങ്ങനെ കാരണം അറിയണം ഈ ഓഫീസ്. ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറയുന്ന ഓരോ വാചകവും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉദയംപേരൂർ പഞ്ചായത്ത് സെക്രട്ടറി, ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 16 സ്റ്റാഫ് 10 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം. നമ്മുടെ PTS ഇപ്പോൾ ഓരോരുത്തരും പേര് പറയണമെന്ന് എങ്ങനെയാണ്? ഇത്ര മാത്രമാണ് ചോദ്യം. 16 സ്റ്റാഫ് ഈ ഓഫീസിൽ നിന്ന് അറ്റൻഡ് ചെയ്യപ്പെടണം. അവർ 10 മണിക്ക് മുൻപ് ഈ ഓഫീസിലുണ്ടോ? 16 സ്റ്റാഫിൽ PTS അതുപോലെ മറ്റുള്ള സ്റ്റാഫുകളെല്ലാം 10 മണിക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് ശേഷം വന്നേക്കുന്നത് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ 10 മണിക്ക് ശേഷമാണ് വന്നത്. അതുപോലെ തന്നെ വേറെ സ്റ്റാഫും 10 മണിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. ഇത് കൃത്യമായൊരു സമയ സംവിധാനം ഇല്ലേ? അതായത് 10 മണിക്ക് ഇവിടെ എത്തണമെന്നൊരു നിർബന്ധ ബുദ്ധി ഇവിടെ ഉദ്യോഗസ്ഥർ കാണിക്കാറില്ലേ? 10 മണിക്ക് എത്തണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യമായിട്ട് ബാങ്കിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ കയറിയിട്ടാണ് ഞാൻ വന്നത്. രണ്ടാമത് വേറെ നമ്മുടെ ഒരു സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു. ആ സ്റ്റാഫ് 10 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. അത് 10 മണിക്ക് ശേഷം വരുന്ന ആളുകളോട് ചോദ്യം താങ്കൾ മുന്നോട്ട് വെക്കാറില്ലേ? ചോദിക്കാൻ അവരെന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കാരണം ബ്ലോക്ക് ഒന്നാമത് ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് കാരണം ഇത്ര താമസിച്ച് താങ്കൾ ബാങ്കിൽ പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ടാണെങ്കിൽ പോലും ഓഫീസിലെത്തി പഞ്ച് ചെയ്ത ശേഷം പോകണമെന്നൊരു നിർബന്ധമുണ്ടോ? നമുക്ക് പഞ്ചിങ് ഇല്ല നിലവിൽ. അങ്ങനെയാണെങ്കിൽ രജിസ്റ്ററിൽ ഞാൻ എത്തിയ സമയം എന്ന് ഓഫീസിൽ രേഖപ്പെടുത്തിയ ശേഷമല്ലേ സ്വാഭാവികമായും ഔദ്യോഗിക ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ടത്? അതുകൊണ്ട് ഞാൻ വരുന്ന ഭാഗത്തായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. അല്ലാതെ വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല അങ്ങനെ ചെയ്തത്. പഞ്ചായത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിലാണോ പോയത്? ഉദ്യോഗസ്ഥർ വൈകുന്നത്
അലി അക്ബർ ഷാ പഞ്ചായത്തിന്റെ അക്കൗണ്ടുള്ള ബാങ്കിലാണോ പോയത്? സാധാരണ അങ്ങനെ വൈകാറില്ല. ഏത് ബാങ്കിലാണ് പോയത്? സാധാരണ നമ്മുടെ ഓഫീസിൽ അങ്ങനെ ആരും വൈകാറില്ല. എല്ലാവരും തന്നെ കറക്റ്റ് സമയങ്ങളിൽ എത്താറുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് വിളിച്ച് പറയും ഇന്നവരുടെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറുള്ളൂ. പിന്നെ മിക്കവാറും നമ്മുടെ ആൾക്കാരുടെ പഞ്ചായത്തിന്റെ അക്കൗണ്ടുള്ള ബാങ്കാണല്ലോ ഈ ഓഫീസിന്റെ, അതായത് പഞ്ചായത്തിന്റെ അക്കൗണ്ടുള്ള ബാങ്കിൽ തന്നെയാണോ താങ്കൾ പോയത്? അതെ അതെ. അവിടെ പോകുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ആണോ? നമ്മുടെ ഫെഡറൽ ബാങ്കിലാണ് പോയത്. ഫെഡറൽ ബാങ്ക്. ഈ ആവശ്യങ്ങൾക്ക്, ബാങ്ക് ആവശ്യങ്ങൾക്ക് സെക്രട്ടറി നേരിട്ടാണോ സാധാരണഗതിയിൽ പോകാറില്ല. ഞാൻ ഇപ്പോൾ അവിടെ കയറി ഒരു കാര്യം എനിക്ക് പറഞ്ഞിട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടെ കയറിയിട്ട് വന്നതേ ഉള്ളൂ. ഔദ്യോഗിക ആവശ്യമായിരുന്നു. ഏകദേശം അരമണിക്കൂറിന് മുകളിൽ താങ്കൾ വൈകിട്ടുണ്ട്. അതിന് ഇതൊരു ന്യായീകരണമാണോ? ന്യായീകരണമല്ല. ഞാൻ സാധാരണ അങ്ങനെ താമസിക്കാറില്ല. ഇന്നിങ്ങനെ സംഭവിച്ചുകൊണ്ട് മാത്രം പോയതാണ്. അല്ലാതെ അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ കണ്ടു. അല്ല, ഇത് ഇവിടെ മെമ്പർമാരുണ്ട്, മറ്റ് നാട്ടുകാരുണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ സാധാരണ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് മനുഷ്യർ വന്നാലും അവരോട് എത്രയും പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ഫയലുകളും ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ചായ കുടിക്കാൻ പോലും ഇറങ്ങാറില്ല. അതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ്. കാരണം നമ്മൾ നാട്ടുകാരോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇന്നത്തെ ബാങ്ക് ആവശ്യം പഞ്ചായത്തിന്റെ ആവശ്യമായിരുന്നു പറയുന്നത് അല്ലേ? അലി അദ്ദേഹത്തോട് ആവശ്യത്തിന് ഞാൻ എനിക്ക് അവിടുത്തെ കണക്ക് കാര്യങ്ങളും ചോദിക്കേണ്ട. അദ്ദേഹത്തോട് വലതുഭാഗത്ത് പിന്നിലേക്ക് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയൂ. സമയം വളരെ വിലപ്പെട്ടതാണ്. എന്റെയും നിങ്ങളുടെയും. അദ്ദേഹത്തെ കൊണ്ട് അതൊന്ന് വായിപ്പിക്കും. മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമല്ല. അല്ല, ഇത് മനഃപൂർവ്വം ചെയ്തെന്ന് താങ്കൾ അധിക്ഷേപിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടല്ല. താങ്കൾ എഴുതി വെച്ചത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറത്ത് ആളുകൾ കാത്തിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ വൈകുന്നു, അല്ലെങ്കിൽ അവരുടേതായ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ബ്ലോക്കാണ്. സ്വാഭാവികമായും നമ്മളും ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ബ്ലോക്കൊക്കെ കണക്കൂട്ടിയാണ് നമ്മൾ ഇറങ്ങുക. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സേവനം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി കൂടി ഇരിക്കുന്നതാണ്. അതാണ് നിങ്ങളുടെ തൊഴിൽ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? വണ്ടി ബ്ലോക്കായി എന്ന് പറയുന്നതൊക്കെ ന്യായമാണ്. നമ്മൾ കൊച്ചിയിൽ ന്യായമായിട്ട് ഞാൻ പറയുന്നില്ല. മാനുഷികമായിട്ട് സംഭവിച്ചത് മാത്രമേ ഉള്ളൂ. അല്ല, ന്യായമായിട്ട് ഞാൻ പറയില്ല. കാരണം എങ്ങനെയും മനുഷ്യർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മളിവിടെ സേവനം ചെയ്യുന്നത്. കാരണം കുറേ വർഷമായി ഒരു ഇതും എനിക്കില്ല. ഈ വൈകി വന്നതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിന് നടപടിയോ താങ്കൾ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരികയോ ചെയ്ത സാഹചര്യം ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. താങ്കളോടല്ല, താങ്കൾക്ക് മറ്റുദ്യോഗസ്ഥരോട് സംസാരിക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ അരമണിക്കൂർ ലേറ്റാണ്. ഇതുപോലെ മറ്റുദ്യോഗസ്ഥർ ലേറ്റ് ആവുന്ന സാഹചര്യം സമീപകാലത്ത് ഉണ്ടാവാറുണ്ടോ? മറ്റു ഉദ്യോഗസ്ഥർ ലേറ്റ് ആയിട്ടുണ്ട്. ലേറ്റ് ആകുമ്പോൾ അവർ എന്നെ വിളിച്ച് പറയും. ഇന്നപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യങ്ങളുള്ളപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ട് അതനുസരിച്ച് അവർ പോകാറുള്ളൂ. അങ്ങനെ താമസിച്ച് വരികയാണെങ്കിൽ അതിൽ ഹാഫ് ഡേ ലീവായോ അങ്ങനെ എന്തെങ്കിലും കണക്ക് കൂട്ടാറുണ്ടോ? ഹാഫ് ആയിട്ടാണ് താമസിച്ച് വരുന്നതെങ്കിൽ അവർ ഹാഫ് ലീവുകൾ വയ്ക്കും. എത്ര മണിക്കൂർ വരെ വിട്ടുകൊടുക്കും ഹാഫ് ഡേ ലീവ് ആക്കാതെ? നമ്മളൊരു 10:15 ഒക്കെയാണ്. 10:15, 10:30 വരെ ലീവൊന്നും ആക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ഓൾറെഡി ലീവ് നമുക്ക് തരും. ലീവ് അന്ന് പറയുകയും ചെയ്യും. അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. താങ്കൾ ഒരിക്കലും താങ്കളെ കുറ്റപ്പെടുത്താനായി വന്നതാണെന്ന് കരുതരുത്. തീർച്ചയായും സുജിയ വ്യക്തിപരമായി നമ്മൾ ആദരിച്ചു തന്നെയാണ്. തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താനല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് സമയം വളരെ വിലപ്പെട്ടതാണ്, എന്റെയും നിങ്ങളുടെയും എന്ന് എഴുതി വെക്കുന്ന ഒരു വ്യക്തി. ആ എഴുതി വെക്കുന്നതിനോട്, നമ്മൾ പറയുന്നതിനോടും എഴുതുന്നതിനോടും നമുക്കൊരു ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഒക്കെ വേണമല്ലോ. ഇല്ലായെങ്കിൽ നമ്മൾ പറയുന്നതും എഴുതുന്നതും ഒക്കെ വെറുതെയാകും. ഇവിടെ 10 മണിക്ക് ബ്രേക്കിംഗ് അവേഴ്സിൽ വന്ന് നിൽക്കാതെ 10:10 ഞാൻ വന്നതിന് ശേഷം 10 മണിക്ക് എന്താ വരാത്തതെന്ന് ഒരാളോട് ചോദിക്കാൻ എനിക്ക് അവകാശമില്ല. അതുപോലെ തന്നെയാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന ആൾ. ആ പഞ്ചായത്ത് സെക്രട്ടറി കൃത്യമായി അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിനായി ആ സീറ്റിൽ ഉണ്ടാകണം. ആ സീറ്റിൽ 10 മണിക്ക് ഉണ്ടാകണം. അത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല, ഒരാളെ നമ്മൾ എടുത്തു പറയുന്നുമില്ല. അലി അക്ബർ ഷാ, ഉദയംപേരൂർ പഞ്ചായത്ത് സെക്രട്ടറി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അദ്ദേഹം മാത്രമല്ല മറ്റു പലരും വൈകി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആകെ വിഷണ്ണനായിപ്പോയി. അതിൽ കൂടുതൽ അദ്ദേഹത്തെ കുഴപ്പിക്കേണ്ട, പാവമല്ലേ എന്ന് കരുതിയാണ് നമ്മൾ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുന്നതായി നമ്മൾ കണ്ടു. ഒരുപാട് പേർ വൈകി വന്നിട്ടുണ്ട്. 16-ൽ 6 പേരിലധികം 10 മണിക്ക് മുൻപ് വന്നിട്ടില്ല എന്നുള്ളത് അലിക്കുറപ്പല്ലേ? സുജയ, തീർച്ചയായും അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞിരുന്നു എല്ലാവരും കൃത്യസമയത്ത് എത്തിയിരുന്നെന്ന്. പിന്നീട് അദ്ദേഹം തന്നെ അത് മാറ്റി പറയുന്ന സാഹചര്യവും ആ സംസാരത്തിലുണ്ടായി. എന്തായാലും ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഇവിടെ എത്തിയിട്ടില്ല എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടില്ല എന്നത് അത്രയും വ്യക്തമാണ്. കാരണം ഏകദേശം 10:15-നും 10:20-നും നമ്മൾ ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ സീറ്റും കാലിയായി കിടക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ മറ്റ് ഒരാൾ റിട്ടയർഡായി പോയിട്ടുണ്ട്.
റിട്ടയർഡായ ഒരാളെയും ഇന്ന് ലോങ് ലീവിലുള്ള ഒരാളെയും മാറ്റി നിർത്തിയാൽ 16 പേർ കൃത്യസമയത്ത് 10 മണിക്ക് ഇവിടെ എത്തേണ്ടതായിരുന്നു. അവരെത്തിയിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതിനെ അവർ മാറ്റി പറഞ്ഞാലും നമ്മളിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായും വ്യക്തമാണ്. അദ്ദേഹം എന്തായാലും ഈ സമയക്രമം അദ്ദേഹം രജിസ്റ്റർ നേരത്തെ 5 മിനിറ്റ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഇപ്പോൾ അദ്ദേഹം അത് കാണിച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സെക്രട്ടറി അദ്ദേഹവും അതുപോലെ ഒരാളും മാത്രമാണ് ഇന്ന് വൈകി എത്തിയിരിക്കുന്നത്. ബാക്കി ആളുകൾ 10 മണിയോടുകൂടി തന്നെ ഓഫീസിൽ എത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും 10:30 ശേഷമാണ് ഇവിടെ പഞ്ചായത്തിൽ സെക്രട്ടറി എത്തിയിരിക്കുന്നത്. ആ കാര്യം വ്യക്തമാണ്. 10:50 നമ്മൾ ലൈവിൽ നിൽക്കുമ്പോഴാണ് പ്രസിഡന്റ് ഇങ്ങോട്ട് എത്തിയത്. പ്രസിഡന്റിന് പുറത്ത് മറ്റു പല ആവശ്യങ്ങളും മറ്റു പല ഇടപെടലുകളും നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇതാണ് ഉദയംപേരൂർ പഞ്ചായത്തിൽ നിന്നുള്ള ദൃശ്യം. പുറത്ത് നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചിരുന്നു. എല്ലാവരും അത്ര നല്ല രീതിയിലുള്ള മറുപടികളല്ല നമുക്ക് നൽകിയിട്ടുള്ളതും. ഇവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. സെക്രട്ടറിയുടെ മുറിയിൽ എഴുതി വെച്ചതുപോലെ സമയം വിലപ്പെട്ടതാണ്. അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. സുജയ. ഓക്കെ അലി കൃഷ്ണ, അവിടെ സേവനങ്ങൾക്കായി വന്നിരിക്കുന്ന ആളുകൾ അവർ ഈ സേവനങ്ങൾക്കായി കുറെ കാലമായി കയറി ഇറങ്ങുന്നവരാണോ? സേവനങ്ങളൊക്കെ കൃത്യമായി കിട്ടാറുണ്ടോ? അവരുടെ ഒരു പ്രതികരണം കൂടി എടുത്ത് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം.